പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് ഈ നോമ്പുകാല ദിനങ്ങൾ. ക്രിസ്തുമസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രണ്ട് ചിന്തകളാണ്. എന്താണ് ക്രിസ്തുമസ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന് മനുഷ്യമക്കളോടുള്ള സ്നേഹമാണ്. മനുഷ്യമക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടും അവരെ സ്നേഹിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. തിരുവനന്തപുരത്തിൽ നമ്മൾ കാണുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ അതിന്റെ 16-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശ്വസിക്കുന്നവര് ആരും നശിച്ചു പോകാൻ പാടില്ല എന്നുള്ള, കർത്താവിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കണമെന്ന്. അപ്പോൾ ക്രിസ്തുമസ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന സ്നേഹം, അതായത് പ്രിയപുത്രനാവുന്ന സ്നേഹം, ആ സ്നേഹത്തിന്റെ അവതാരമാണ് ഉണ്ണി യേശു അല്ലെങ്കിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിന്തയായിട്ട് സ്വീകരിക്കാവുന്നത് കർത്താവിന്റെ തിരുപ്പിറവിയെ കുറിച്ചുള്ള സന്ദേശങ്ങൾ. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള സന്ദേശങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നത് ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാർക്ക് അവർ സന്ദേശം നൽകുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ള സന്ദേശം ദൂതന്മാർ വഴി ലഭിക്കുക. സന്തോഷത്തിന്റെ സദ്വാർത്ത ആദ്യമായിട്ട് സ്വീകരിക്കുന്ന ആട്ടിടയന്മാർ, അവർ സന്തോഷം കൊണ്ടും ആ ആട്ടിടയന്മാര് ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെ കർത്താവിന്റെ തിരുപ്പിറവിയെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയും ആ ദിവ്യരക്ഷകനെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയും അവർ പ്രാർത്ഥിക്കുകയും അവർ ആത്മീയതയിൽ മുഴുകുകയും ചെയ്തു എന്നുള്ള. ആത്മീയ ശക്തിയിൽ മുഴുകുന്നതിന്, ആത്മീയ ശക്തിയിൽ നിറയുന്നതിന് ഒരു രക്ഷകന്റെ ജനനം, രക്ഷകന്റെ പിറവി ആവശ്യമായിരുന്നു. അത് ആ പിറവി ആദ്യമേ ആസ്വദിക്കാൻ സാധിച്ചത് ആട്ടിടയന്മാർക്കാണ്. ആട്ടിടയന്മാരെ നമ്മൾ ചിന്തിക്കുമ്പോൾ അറിവില്ലാത്തവര്, എളിമയുള്ളവര്, പാവപ്പെട്ടവര്, അന്നു വേണ്ട അദ്ധാരത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നവര്, ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കും. അവര് അങ്ങനെയുള്ള ജനങ്ങൾക്കാണ്, ആട്ടിടയന്മാർക്കാണ് ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ കുറിച്ചുള്ള സന്ദേശം കിട്ടിയത്. നമുക്ക് ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ സന്ദേശം സ്വീകരിക്കുവാനും അതിൽ വളരുവാനും ജീവിക്കുവാനും വളരുവാനുമായിട്ട് എളിയ തലത്തിൽ ജീവിക്കാം, എളിമയുള്ളവരാകാം, എളിമയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം, എല്ലാവരെയും സ്നേഹിക്കാം. അപ്പോൾ ഈ ക്രിസ്തുമസിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ പൂർണ്ണമാവുകയും ചെയ്യും. എളിയവരിലേക്ക് കടന്നു ചെല്ലുവാനും എളിയവരോടൊപ്പമായിരിക്കുവാനും ക്രിസ്തു ചെയ്തതുപോലെ, പുൽക്കൂട്ടിൽ ജനിച്ചവൻ ചെയ്തതുപോലെ നമുക്കും സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.